ചാലക്കുടിയിലെ ഫിലോക്കാലിയോ ഫൗണ്ടേഷൻ്റെ അധിപരായ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിച്ചു. സുവിശേഷ പ്രസംഗം നടത്തുന്നവരാണ് രണ്ടുപേരും. ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസറാണ് ഭർത്താവായ മാരിയോ ജോസഫ്. അയാൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്, ലോകം മുഴുവൻ സഞ്ചരിക്കും. അയാളുടെ ഭാര്യ ജിജോ മാരിയോ ജോസഫാണ്. ഇവർ ലോകസഞ്ചാരങ്ങളും അവിടെ ഇവിടെ എല്ലാം പോകുന്നതും എല്ലാം വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ധാരാളം സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ഫണ്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ ഏകദേശം 200ഓളം വീടുകൾ ഇവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫിലോക്കാലിയോ ഫൗണ്ടേഷൻകാർ 200 വീട് വെച്ച് കൊടുക്കുന്ന ഇപ്പോൾ ഒരു 30 വീട് ആതിരപ്പള്ളിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇവർ സുവിശേഷം പറയുന്നത് പലരും കേൾക്കുന്നില്ലെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി പണം കൊടുക്കും. ഇവർക്ക് നല്ല പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് മാരിയോ ജോസഫിന് പണം നന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഏകദേശം 200ഓളം വീടുകൾ പാവങ്ങൾക്ക് കേരളത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആതിരപ്പള്ളി ഇപ്പോൾ 30 എണ്ണത്തിൻ്റെ പണി തീരും, അതിനുള്ള ഫണ്ടും ഉണ്ട്. പക്ഷേ രണ്ടുപേരും തമ്മിൽ അടിച്ചു കഴിഞ്ഞ ദിവസം. അതിന് ചാലക്കുടി പോലീസ് കേസ് കൊടുത്തു. ഫിലോക്കാലിയോ ഫൗണ്ടേഷൻ ഇവിടെ ഇവരുടെ സുവിശേഷ പ്രസംഗം കേൾക്കാനും കുടുംബ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നൊക്കെയുള്ള അത് കേൾക്കാൻ ധാരാളം ആൾക്കാർ വരും. സോഷ്യൽ മീഡിയയിലും ഇവർക്ക് ധാരാളം ഫോളോവേഴ്സുണ്ട്. ധാരാളം ഫണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനം മുഴുവൻ നടത്തുന്നത്. ഇവർ ഇൻസ്റ്റഗ്രാമിലെ പലർക്കും ഇവർ ലോകത്ത് ഓരോ രാജ്യങ്ങളിൽ പോയ കാര്യവും അവിടെ കണ്ട കാഴ്ചകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ റീൽസൊക്കെ ഇട്ട് കൊടുക്കും. ആൾക്കാരൊക്കെ അത് കാണും. പക്ഷേ ഇവർ പറയുന്നതൊന്നും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ അടിച്ചു. ഭാര്യയും ഭർത്താവുമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഇവർ തമ്മിലടിച്ചതാണ് ഇപ്പം വലിയ കൗതുകം. കാരണം ഇതൊരു ട്രസ്റ്റിൻ്റെ പേരിലായിരുന്നു ഈ ഫിലോക്കാലിയോ ഫൗണ്ടേഷൻ. അപ്പോൾ അതിന് ഓഡിറ്റിങ് കൃത്യമാണ്. അതിൽ നിന്ന് അധികമൊന്നും ഫണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലവൊക്കെ കൃത്യമായിട്ട് എഴുതണം. അതുകൊണ്ട് മാരിയോ ജോസഫ് വിചാരിച്ചു ഇതൊരു കമ്പനിയാക്കി കളയാം. അതുതന്നെയല്ല, ഇതിൻ്റെ പ്രവർത്തനം തുടക്കത്തിൽ മാരിയോ ജോസഫ് തുടങ്ങി വന്ന് പിന്നീട് ഭാര്യ ഇതിനകത്ത് ചേരുകയും ഭാര്യ ഇതിനകത്തുള്ള ഒപ്പം നിൽക്കുകയും അങ്ങനെ രണ്ടുപേരും ഇത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്ത് പതുക്കെ മാരിയോ ജോസഫിൻ്റെ ഭാര്യ ജിജോ മാരിയോ ഇതിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. അത് അദ്ദേഹത്തിനെ പിടിച്ചില്ല. അപ്പോൾ ഇതൊരു ട്രസ്റ്റാണ്. അതുകൊണ്ട് പതുക്കെ ഒരു കമ്പനിയാക്കിയാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ വിവരം ഭാര്യയോട് അറിയിക്കാതെ ഇതൊരു കമ്പനിയാക്കി. കമ്പനി ഡയറക്ടറായിട്ട് മാരിയോ ജോസഫും അദ്ദേഹത്തിൻ്റെ അമ്മയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി. ഇത് ഭാര്യ അറിയുന്നില്ല. ഭാര്യ ഫിലോക്കാലിയോ ഫൗണ്ടേഷൻ്റെ ഒരു മീറ്റിങ്ങിന് അമേരിക്കയിൽ പോകാനായിട്ട് കൂടെ വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കും. അമേരിക്കയിൽ പോകാനായിട്ട് എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വെച്ചാണ് ഇത് കമ്പനിയാക്കിയ വിവരം അറിഞ്ഞത്. അതായത് അമേരിക്കയിൽ പോയി വന്ന ശേഷം കഴിഞ്ഞ 25-ാം തീയതി ഇത് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് തീർക്കാനായിട്ട് ജിജി മാരിയോ ഭർത്താവിൻ്റെ വീട്ടിലെത്തി. പക്ഷേ ഈ ഒരു ഇഷ്യൂ കാരണം 9 മാസമായിട്ട് ഇവർ തമ്മിൽ അകൽച്ചയിലായിരുന്നു. രണ്ടുപേരും 2 വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭാര്യ അവിടെ ചെന്ന് ഇത് സംസാരിച്ച് തീർക്കാൻ വേണ്ടി ചെല്ലുകയും അങ്ങനെ സംസാരിച്ച് കൊണ്ടിരുന്ന സന്ദർഭത്തിൽ സെറ്റ് ബോക്സ് വെച്ചിട്ട് തലക്കിട്ടടിച്ചു ഭർത്താവ് ഭാര്യയുടെ. ഇടത് കയ്യിൽ പിടിച്ച് കടിക്കുകയും ചെയ്തു. പിന്നെ തലമുടി പിടിച്ച് വലിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത്. 70,000 രൂപയുടെ അവരുടെ മൊബൈൽ ഫോൺ എറിഞ്ഞുടച്ചു. ഇത് അവർ പോലീസ് റിപ്പോർട്ട് ചെയ്ത് പോലീസ് ഇതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തു. എങ്കിലും 1 വർഷം വരെ തടവ് കിട്ടാവുന്ന ചെറിയ വകുപ്പുകളാണ് വന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഏതായാലും ട്രസ്റ്റ് പതുക്കെ ഫൗണ്ടേഷനിൽ മാറിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടായത്. മാരിയോയുടെ അമ്മ പുതിയ കമ്പനിയുടെ ഡയറക്ടറുമായി. അത് ഭാര്യയ്ക്ക് പിടിച്ചുമില്ല. എന്തായാലും
ആ പ്രശ്നം പറഞ്ഞു തീർക്കണം ഉദ്ദേശത്തോടെ ചെന്നപ്പോൾ നല്ല ഉദ്ദേശത്തോടെ അവർ ചെന്നതാണ്. അപ്പോഴാണ് തമ്മിൽ വഴക്കുണ്ടായത്. ഇവർ സാധാരണഗതിയിലെ സുവിശേഷ കാര്യങ്ങൾ പ്രസംഗിക്കും, അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണമെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നവരാണ്. എന്തായാലും അത് പ്രാക്ടിക്കലായിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്തെ രസകരമായ കാര്യം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കുറേയൊക്കെ വന്നു. ഇൻസ്റ്റഗ്രാമിൽ ധാരാളം ആൾക്കാർ ഉള്ളവരാണ്. ഈ വിവരങ്ങളെല്ലാം പുറത്തോട്ടായി. എങ്കിലും സോഷ്യൽ പ്രവർത്തനത്തിന് മങ്ങലേറ്റിട്ടില്ല. അവരിപ്പോഴും വീണ്ടും അവരുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 30ഓളം വീടുകൾ അവർ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. 200 വീടുകളോളം ഓൾറെഡി വെച്ച് കൊടുത്തു കഴിഞ്ഞു. കാരണം അത് ഇവരുടെ ഇൻസ്റ്റഗ്രാമിലെ ആ വരുമാനത്തിൽ നിന്നാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ പ്രസംഗങ്ങളോ സുവിശേഷ പ്രസംഗമോ ഒന്നും ആരും അധികം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇവർ നല്ല പ്രവൃത്തി ഓർത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ചെല്ലുമ്പം കൈയഴിച്ച് സംഭാവന കൊടുക്കുകയാണ് എല്ലാവരും. അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ ഇവരുടെ കൈവശം വന്നത്. അതെല്ലാം കൃത്യമായിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ അവർ സോഷ്യൽ പ്രവർത്തനത്തിന് വിനിയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് 200ഓളം വീട് വെച്ച് കൊടുക്കുക നിസ്സാര കാര്യങ്ങൾ. അതുപോലെ ഫണ്ട് വന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതൊരു ട്രസ്റ്റാക്കി അതിനുള്ള ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അടിപിടി ഉണ്ടായത്. പോലീസ് കേസെടുത്തു, ചാലക്കുടി പോലീസ്. ഏതായാലും ഈ സംഭവം എല്ലാവർക്കും വലിയ കൗതുകം ഉണർത്തുന്നു. കാരണം ഈ സോഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിയാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. കാരണം അവർ രണ്ടുപേരും വളരെയധികം സോഷ്യൽ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുകയും പണം സമ്പാദിക്കുകയും അതിവിടെ കൊണ്ടുപോയി പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയും വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല പ്രവൃത്തി ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള അടി എല്ലാവരും രസകരമായിട്ട് എടുത്തെങ്കിലും ഫണ്ട് വരവിന് യാതൊരു കുറവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.